ഇന്ത്യ ഓസ്ട്രേലിയ 3 മത്സര ഏകദിന പരമ്പരയിലെ രണ്ടാം മത്സരത്തിനായി ടീം ഇന്ത്യ നാളെ ഇറങ്ങുകയാണ്. നിലവിൽ പരമ്പരയിൽ 1-0 പിന്നിലായിട്ടുള്ള ടീം ഇന്ത്യയെ സംബന്ധിച്ച് പരമ്പര സ്വന്തമാക്കണമെങ്കിൽ രണ്ടാം ഏകദിനത്തിലെ വിജയം അനിവാര്യമാണ്. നിർണായക മത്സരത്തിനായി ഇറങ്ങുമ്പോൾ ടീം ഇന്ത്യയെ സംബന്ധിച്ച് തലവേദനകൾ പലതുണ്ട്. രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും ഫോമിലേക്ക് ഉയരാത്തത് തന്നെയാണ് ടീം ഇന്ത്യയെ സംബന്ധിച്ച് കുഴയ്ക്കുന്ന ആദ്യത്തെ പ്രശ്നം. നീണ്ട ഇടവേളയ്ക്ക് ശേഷം ക്രിക്കറ്റിലേക്ക് മടങ്ങിയെത്തിയ രോഹിത്തും കോഹ്ലിയും ഓസ്ട്രേലിയക്കെതിരായ ആദ്യ ഏകദിന മത്സരത്തിൽ നിരാശപ്പെടുത്തിയിരുന്നു. വരാനായിരിക്കുന്ന ഏകദിന ലോകകപ്പിന് മുന്നോടിയായി രോഹിത്തിനും കോഹ്ലിക്കും ലഭിച്ചേക്കാവുന്ന അവസാന പരമ്പര കൂടിയാകും ഓസ്ട്രേലിയക്കെതിരായ മത്സരം. അതുകൊണ്ട് തന്നെ വരാനായിരിക്കുന്ന 2 മത്സരങ്ങളും തിളങ്ങിയെങ്കിൽ മാത്രമേ ഇവർക്ക് ടീമിലെ സ്ഥാനം നിലനിർത്താനായി സാധിക്കുകയുള്ളൂ. നിർണായക മത്സരത്തിനായി ഇറങ്ങുമ്പോൾ ഇന്ത്യൻ നിരയിൽ ഒരു മാറ്റമാണ് ഇപ്പോൾ പറയുന്നത്. വാഷിംഗ്ടൺ സുന്ദറിന് പകരക്കാരനായി കുൽദീപ് യാദവ് ഇന്ത്യയുടെ പ്ലേയിങ് 11ലേക്ക് എത്തുന്നു എന്നുള്ള ഒരു അപ്ഡേറ്റ് ആണിത്. അഡ്ലേഡ് ഓവലിൽ വെച്ചാണ് രണ്ടാം മത്സരം നടക്കാനായിരിക്കുന്നത്. പൊതുവെ ഫാസ്റ്റ് ബോളിംഗ് ലൈനപ്പിന് അനുകൂലമായ പിച്ചിൽ 3 ഫാസ്റ്റ് ബോളർമാരുമായിട്ട് തന്നെയായിരിക്കും ടീം ഇന്ത്യ ഇറങ്ങുന്നത്. അർഷ്ദീപ് സിംഗ്, ഹർഷിത് റാണ, മുഹമ്മദ് സിറാജ് എന്നിവർ ഫാസ്റ്റ് ബോളിംഗ് ലൈനപ്പിന് നേതൃത്വം നൽകുമ്പോൾ അക്സർ പട്ടേലിനൊപ്പം കുൽദീപ് യാദവ് ആയിരിക്കും എത്തുന്നത്. ഓസ്ട്രേലിയൻ മണ്ണിൽ മികച്ച പ്രകടനങ്ങൾ നടത്തിയ നിതീഷ് കുമാർ റെഡ്ഡി പ്ലേയിങ് 11ൽ തുടരുമ്പോൾ KL രാഹുൽ, ശ്രേയസ് അയ്യർ, വിരാട് കോഹ്ലി എന്നിവരായിരിക്കും മധ്യനിര ബാറ്റർമാർ. അതുകൊണ്ട് തന്നെ രണ്ടാം ഏകദിനത്തിലുള്ള ടീം ഇന്ത്യയുടെ കംപ്ലീറ്റ് പ്ലേയിങ് 11 പരിഗണിക്കുകയാണെങ്കിൽ ശുഭ്മാൻ ഗിൽ, രോഹിത് ശർമ്മ, വിരാട് കോഹ്ലി, ശ്രേയസ് അയ്യർ, KL രാഹുൽ, നിതീഷ് കുമാർ റെഡ്ഡി, അക്സർ പട്ടേൽ, കുൽദീപ് യാദവ്, ഹർഷിത് റാണ, മുഹമ്മദ് സിറാജ്, ഹർഷ്ദീപ് സിംഗ് എന്നിവരായിരിക്കും പ്ലേയിങ് 11ൽ ഉണ്ടാവുക. വീഡിയോ അവസാനിക്കുന്നു. പുതിയ ക്രിക്കറ്റ് അപ്ഡേറ്റുകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചേക്കുക.